ഭാർഗവൻ. കണ്ടോടോ ഡോക്ടറെ, ഞങ്ങളുടെയൊക്കെ ജീവിതം. ആത്മധൈര്യം ഇല്ലാത്തവനോട് ഒരു രക്ഷയില്ലടോ. എനിക്ക് ആത്മധൈര്യം ഉണ്ടാക്കി താടോ കിഴങ്ങ, ഇല്ലെങ്കിൽ നമ്മൾ എല്ലാരും ചാവും. ധൈര്യം എന്താടോ? സാമ്പാറോ അവിയലോ മറ്റാണോ പറയുമ്പോ ഉണ്ടാക്കി തരാം. താൻ എന്ത് പിണ്ണാക്കാടോ അമേരിക്ക പോയി പഠിച്ചത്? ബില്ലാദിനെ കൊണ്ടുപോവാ, ബുഷിനെ കൊണ്ടുപോവാ, എല്ലാവന്റെയും വട്ടുമാറ്റി തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അതൊക്കെ എന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞു പോയതാ ഭാർഗവ. മാത്രമല്ല പഠിച്ചത് വല്ല ഓർമ്മിച്ചെടുക്കാൻ പറ്റിയ അവസ്ഥയാണോ ഇത്? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ധൈര്യം വേണ്ടി കിട്ടിയില്ലെങ്കിൽ നീ ജീവിതമില്ല. ഞാൻ മനഃശാസ്ത്രം പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നെ കൊലക്ക് കൊടുക്കല്ലേ ഭാർഗവ. ഫ്രോയിഡിനും യൂങ്ങിനും മനഃശാസ്ത്രത്തെ പറ്റി എത്ര പുസ്തകം വേണമെങ്കിലും എഴുതാം. അവർക്കാർക്കും ഈ അവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. എന്റെ അവസ്ഥ ഭാർഗവ, പ്രായമായ അമ്മയുണ്ട്, പെങ്ങളെ കല്യാണം കഴിപ്പിച്ചേക്കണം. വയസ്സുകാലത്ത് എനിക്കും കല്യാണം കഴിക്കണമെന്ന് മോഹം ഉണ്ടായിപ്പോയി. കൈവിട് ഭാർഗവ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ ഭാർഗവ. ദൈവമേ, ഇത്രയും നല്ലൊരു അവസരം കിട്ടിട്ട് അവസാനമായിട്ട് ചോദിക്കാൻ, എനിക്ക് കാഞ്ചി വലിക്കാൻ ധൈര്യം തരാൻ എന്തെങ്കിലും വിദ്യ തന്റെ കയ്യിലുണ്ടോ? കാഞ്ചി വലിക്കണമെങ്കിൽ കാഞ്ചി വലിക്കാന്നുള്ള വിദ്യയുള്ളൂ. എന്റെ കൈ വിറയ്ക്കുന്ന താൻ കാണുന്നില്ലല്ലോ. കൈ വിറക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. കേസ് പഠിക്കാൻ സമയം തരണം എന്ന് പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ.
അതിനൊക്കെ ഇനി എപ്പോഴാണോ സമയം? എല്ലാം കഴിഞ്ഞില്ലേ? രക്ഷപ്പെട്ടു, അവൻ രക്ഷപ്പെട്ടു. ഇപ്പൊ വെടിവെച്ചില്ലേ? അതിനുള്ള ധൈര്യം കിട്ടിയില്ലേ? പിന്നെന്താ പ്രശ്നം? അത് ഞാൻ അറിഞ്ഞോട് സംഭവിച്ചാണോ? ആണോ? ഈശ്വര, ഞാൻ എന്ത് സമാധാനം പറയും? ഹലോ, ഞാൻ ഭാർഗവനാണ്. ഇല്ല, മാരിയപ്പന്റെ നേരെ 6-7 വെടിയാൻ വെച്ചു. 1-2 കൊണ്ടു. പക്ഷെ അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. രക്ഷപ്പെട്ടെന്നോ? എന്ന് വെച്ചാൽ എന്റെ 20 കോടി പോയെന്നോ? സമ്മതിക്കില്ല ഞാൻ. പോയത് തിരിച്ചു പിടിക്കാതെ ജീവനോടെ എന്റെ മുമ്പിൽ താൻ വരരുത്. 1-2 20 കോടിയാണ്. ഭാർഗവ, തന്നെ ഞാൻ ചുട്ടുകരിക്കും. രാമനാഥനാ പറയുന്നത്. കഞ്ചാവ് മാഫിയ അതിശക്തമാണ് ഇവിടെ. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ലഹരിയുടെ അടിമകളാക്കി കോടികൾ കൊയ്യുന്ന ഭീകരന്മാരുടെ താവളമാണെന്ന് കേരളം. ആത്മാഭിമാനമുള്ള ഒരു മലയാളി ഈ അപമാനഭാരം താങ്ങി എത്ര നാൾ തലകുനിച്ചു നിൽക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എക്സൈസ് മന്ത്രി ശ്രീമാൻ ധനുവച്ചപുരം ധനപാലന്റെ ധീരമായ ഈ നടപടി. ഇവിടെ തൊട്ടടുത്ത് അദ്ദേഹം തന്നെ നേരിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച കഞ്ചാവ് തോട്ടം ഇന്നിവിടെ തീയിട്ട് നശിപ്പിച്ചുകൊണ്ട് വരും നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന വ്യാപകമായ കഞ്ചാവ് വേട്ടയ്ക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ അഭിമാനമായ, നമ്മുടെ അഹങ്കാരമായ ബഹുമാനപ്പെട്ട മന്ത്രിയെ 2 വാക്ക് സംസാരിക്കാൻ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. ഒരു സാധാരണ പ്രവർത്തകനായി പൊതുരംഗത്ത് പ്രവർത്തിച്ചു വന്ന ആളാണ് ഞാനെന്ന് നിങ്ങൾക്കറിയാം. അധികാരം ഒരിക്കലും എന്നെ മോഹിപ്പിച്ചിട്ടില്ല. മറിച്ച് അതൊരു ഭാരിച്ച ഉത്തരവാദിത്വമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. മന്ത്രിസ്ഥാനം വേണ്ട വേണ്ട എന്ന് ഞാൻ പലവട്ടം പാർട്ടിക്കാരോട് അപേക്ഷിച്ചു. പക്ഷേ എന്നെ വിട്ടില്ല. എന്റെ കൂടപ്പിറപ്പുകളെ സ്നേഹിക്കാൻ എന്തിനാണ് എനിക്കൊരു മന്ത്രിസ്ഥാനം? എന്തിനാണ് ഒരു MLA സ്ഥാനം? ആദർശമാണ് എനിക്ക് വലുത്. അത് ഞാൻ എന്നും മൂർക്ക പിടിക്കും. ആദർശം ബലികഴിക്കേണ്ട സന്ദർഭം എപ്പോഴെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ഈ കുപ്പായി ഞാൻ വലിച്ചെറിയും. കഞ്ചാവ് മാഫിയയെ ഞാൻ വെറുതെ വിടില്ല. തുരത്തും ഞാൻ അവരെ. ആ കാണുന്ന തോട്ടം നശിപ്പിക്കൽ സ്വാഗതപ്രാസംഗൻ പറഞ്ഞതുപോലെ ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. ഈ സംസ്ഥാനത്തെ അവസാനത്തെ കഞ്ചാവ് ചെടി നശിപ്പിക്കും വരെ ഇനി എനിക്ക് വിശ്രമമില്ല. ഒരു ചുക്കും നടക്കില്ല. റോഡരികിൽ കാക്ക കാഷ്ടിച്ചുണ്ടായ 5-6 കഞ്ചാവ് ചെടികൾ തീയിട്ട് നശിപ്പിച്ചാൽ പത്രത്തിലും ടിവിയിലും നിങ്ങൾക്ക് ഹീറോ ആകാം. 100 കണക്കിന് ഹെക്ടറിൽ യഥാർത്ഥ കഞ്ചാവ് കൃഷി നടക്കുന്ന സ്ഥലങ്ങൾ ഉൾക്കാട്ടിൽ വേറെയുണ്ട്. അതിന്റെ ഒന്നും 4 അയലത്ത് ചെല്ലാൻ നിങ്ങൾക്ക് കഴിയില്ല. ആരാടോ താൻ? അവിടെ ചെന്നാ വിവരം അറിയും. തോക്കും ബോംബും ഉണ്ട് അവിടെ. ഇത്രയും വലിപ്പമുള്ള പാറ കല്ലുകൾ മേലെ ഉരുണ്ട് വരും. അപ്പൊ വാലും പൊക്കി ഓടേണ്ടി വരും. അവസാനത്തെ കഞ്ചാവ് ചെടി നശിപ്പിക്കും അത്രേ. അലക്കി തേച്ച കതറുവിട്ട് നുണ പറയാൻ ഇറങ്ങിയിരിക്കുന്നു. പിടിയടാവനെ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോന്നറിയാനോ? ആളുകളെയൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് മുഹൂർത്ത സമയമായപ്പോ ഏതോ ഒരു കാട്ടുകളന്റെ കൂടെ ഇറങ്ങി അങ്ങ് പോവാ. പൊയ്ക്കോ, പോയി അവന്റെ കൂടെ തന്നെ അങ്ങ് പൊറത്തോ. ആ കൊള്ളക്കാരനുമായിട്ട് നിനക്ക് എന്താ ഇടപാടെന്ന് എനിക്ക് ഇന്നറിയണം. അത് അറിഞ്ഞിട്ട് മതി കല്യാണം എന്നാ വിനോദം പറഞ്ഞത്. അമ്മ ബോംബ് കണ്ടിട്ടുണ്ടോ? ഒരാനയ്ക്ക് പോലും എടുത്താൽ പൊങ്ങാത്ത പാറക്കല്ലുകൾ അമ്മയുടെ നേർക്ക് എന്നെങ്കിലും ഉരുണ്ട് വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഭ്രാന്തന്മാരെ ചികിത്സിച്ച് ഇവനും ഭ്രാന്തായിരിക്കുക. കല്യാണം, മോതിരം മാറൽ. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ തകർന്നു വീണു. കല്യാണ തീയതി നിശ്ചയിച്ചിരുന്ന 25ഓളം മദാമ്മക്കുട്ടികളാ അന്ന് വെന്തെരിഞ്ഞത്. ലോകം മുഴുവൻ സ്ഫോടനങ്ങളാ. കേരളത്തിലുകൊണ്ട് ഇഷ്ടം പോലെ ബോംബ്. ആ ബോംബൊക്കെ എവിടെ എറിയണമെന്ന് പോലും അറിയാതെ ടെററിസ്റ്റുകൾ തെക്ക് വടക്ക് നടക്കുക. അതുകൊണ്ടാ ബസ് സ്റ്റാൻഡിലും പച്ചക്കറി മാർക്കറ്റിലും ഒക്കെ ബോംബ് വീഴുന്നത്.
അതിലൊരെണ്ണം ഈ വീടിന്റെ മേലെ വന്ന് വീണാൽ മോതിരം മാറൽ കഴിഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിൽ ബോംബ് വീഴില്ല എന്നൊന്നുമില്ലല്ലോ. ഒരു മോതിരം മാറല്. അമ്മേ, നമ്മളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിന് ഈ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയൂ അമ്മേ, നന്ദി പറയൂ. ഇരിക്കു ഭാർഗവ. ഇത്ര മോശമായൊരവസ്ഥയിൽ നമ്മൾ ഇതിനു മുമ്പ് കാണേണ്ടി വന്നിട്ടില്ല, അല്ലേ ഭാർഗവ? ശരിയാണ്, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. പോലീസുകാർ വരുമ്പോ നമ്മൾ ചെയ്യാറുള്ളത് പോലെ പാറക്കല്ലുകൾ ഉരുട്ടിയിട്ടും ബോംബെറിഞ്ഞും ചതിക്കുഴി ഉണ്ടാക്കി അതിൽ കുപ്പിച്ചെല്ലുകൾ നിറച്ചും ഒരുങ്ങിത്തന്നെയായിരുന്നു മാരിയപ്പൻ. പിടിച്ചു നിൽക്കാനായില്ല. പക്ഷേ ഭാർഗവൻ എന്താ പറഞ്ഞത്? 5-10 വെടിവെച്ചു, 4-5 കൊണ്ടു എന്നൊക്കെയല്ലേ? കൊണ്ടു? വെടികൊണ്ടു? இல்ல சார், மாரியப்பன் ஒண்ணுமே ஆகல. அவன் ராமேஸ்வரம் வழியா சிலோனுக்கு போயாச்சு. വെടികൊണ്ടവൻ എങ്ങനെയാടോ അന്ന് തന്നെ ശ്രീലങ്കയ്ക്ക് കടന്നത്? മുൻപൊരിക്കലും ഭാർഗവൻ എന്നോട് നുണ പറഞ്ഞിട്ടില്ല. ഭാർഗവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമ്മളെ ഒറ്റുകൊടുത്ത മലപ്പുറത്തെ ഷാജിയെ താൻ വെറുതെ വിട്ടു. നാർക്കോട്ടിക് ഉദ്യോഗസ്ഥനായ വിനോദിന്റെ അളിയനാവാൻ പോകുന്ന ഡോക്ടർ ശാന്താറാവുമായി എന്താണ് കണക്ഷൻ? അത് അയാളെന്റെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തു. ആരെക്കൊണ്ടോ എന്നെപ്പറ്റി മോശമായിട്ട് എഴുതിച്ചു. തന്റെ ഫോട്ടോ അയാൾക്ക് എങ്ങനെ കിട്ടി? അത് അയാൾ എങ്ങനെയോ ഒളിച്ചു നിന്ന് എടുത്തതാവും. 1-2 ഫോട്ടോ അല്ല മാഗസിനിൽ വന്നത്. അതെ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മുൻപരിചയമില്ലെങ്കിൽ അയാൾ ഭാർഗവ എന്ന് വിളിച്ചപ്പോ താൻ എന്തിനാ അയാളുടെ കൂടെ പോയി? ചിലപ്പോ അയാൾക്ക് എന്നെ പരിചയം കാണുമായിരിക്കും. അങ്ങനെ ആര് വിളിച്ചാലും താൻ കൂടെ ചെല്ലുവോ? അയാള് മനഃശാസ്ത്രത്തിലൂടെ എന്നെ എന്തോ ചെയ്തപ്പോ. അല്ലല്ലോ, എവിടൊക്കെയോ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. പരസ്പരമുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഒന്നിച്ചു കൂടിയത്. ഒരു പോലീസുകാരനായിരുന്ന ഞാൻ ഈ ഇടപാടിലേക്ക് വന്നത് പണത്തിനോടുള്ള ആർത്തി കൊണ്ട് തന്നെയാ. തനിക്കറിയോ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ധനവാൻ ആരാണെന്ന്? ഒരു മുൻ മന്ത്രിയാ. ബിനാമികളുടെ പേരിലും അല്ലാതെയും അയാൾ സമ്പാദിച്ചു കൂട്ടിയത് 5000 കോടിയോ 10,000 കോടിയോ? കണക്ക് കൂട്ടുക ദുഷ്കരമാണ്. അങ്ങനെ എത്ര മന്ത്രിമാർ, എത്ര രാഷ്ട്രീയക്കാർ, അവരുടെയൊക്കെ കീഴിൽ ഒരു പീറ പോലീസുകാരനായി വീർപ്പുമുട്ടി ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാ നാർക്കോട്ടിക് സെല്ലിൽ എത്തുന്നത്. അങ്ങനെ തന്നെ പറ്റി അറിഞ്ഞു, കഞ്ചാവിനെ പറ്റി അറിഞ്ഞു, അവിടെ മറിയുന്ന കോടികളെ പറ്റി അറിഞ്ഞു. ആദ്യം ശത്രുവായിരുന്ന താൻ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞു. തന്നെ വിശ്വസിച്ച് പല പദ്ധതികളും ഞാനിട്ടു. 20 കോടിയായി ഇപ്പൊ തൊലച്ചു കളഞ്ഞത് വെച്ചേക്കില്ല ഞാൻ. ജോസഫ് മാത്യുവിന്റെ ഗതി അറിയാവല്ലോ തനിക്ക്. ആ കേസിൽ തന്നെയാ പോലീസിന് സംശയം. അതുകൊണ്ട് നാട്ടിൽ ഇനി ചുറ്റിത്തിരിയാൻ തന്നെ ഞാൻ സമ്മതിക്കില്ല. കാട്ടിൽ എന്തൊക്കെ സന്നാഹങ്ങൾ വേണമെന്ന് പറഞ്ഞോ, പോയത് തിരിച്ചു പിടിക്കണം എത്രയും വേഗം. എനിക്ക് കുറച്ച് സാവകാശം. എന്തിന്? ഞാൻ ഊട്ടിന്ന് വരിക. ആണോ? എങ്കിൽ ഊട്ടിയിലേക്ക് തന്നെ മടങ്ങിക്കോ. ഈ അർദ്ധരാത്രി ഇങ്ങോട്ടെന്തിനു വന്നു? ദ്രോഹിച്ചു മതിയായില്ലേ? തോക്കിന്റെയും ബോംബിന്റെയും നടുവിലേക്ക് എന്നെ എറിഞ്ഞ് കൊല്ലാൻ നോക്കിയ പരമദുഷ്ടൻ നാണമില്ലാതെ പിന്നെയും വന്നേക്കുന്നു. ഞാനും താനുമായിട്ട് എന്താണ് ബന്ധം എന്നാണ് എല്ലാരും ചോദിക്കുന്നത്. അത് വിശദീകരിക്കാതെ വിനോദന്റെ പെങ്ങളെ കെട്ടുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ്. അവൻ കെട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ ആളെ നോക്കാം. ആര്? താൻ നോക്കുവോ? അയ്യടാ, ചെറുക്കനെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരാള്. എപ്പോഴും കൂടെ നടക്കുന്ന 2 ഭൂതങ്ങളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്നിനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഡോക്ടർ, എന്റെ സ്ഥിതി വളരെ മോശമാണ്. അതിലും മോശമാണ് എന്റെ സ്ഥിതി. അമ്മയും പെങ്ങളും അപ്പുറത്തുണ്ട്. പെട്ടെന്ന് സ്ഥലം വിട്ടോ. ജോസഫ് മാത്യുവിനെ കാണാതായ കേസിൽ ചോദ്യം ചെയ്യാൻ പോലീസ് എന്നെ കസ്റ്റഡിയിലെടുക്കുമെന്നാ കേട്ടത്. നാടെനിക്ക്, നഗരെനിക്ക്, പകലെനിക്ക് നടന്നുകൂടാന്നുള്ള അവസ്ഥ. ഭാഷ സിനിമയുണ്ടല്ലോ, അതൊന്നുകൂടി ഇട്ട് കണ്ടു നോക്ക്. ഊട്ടി പോയത് മെയിൻ കള്ളനെ കാണാനല്ലേ? അയാളോട് പറഞ്ഞില്ലേ ആത്മധൈര്യം ചോർന്നുപോയ കഥ? അതൊന്നും പറഞ്ഞാൽ അവിടെ ഏൽക്കുകയല്ല. അയാൾക്ക് എന്നെ മാത്രമേ വിശ്വാസൂ. കൂട്ടത്തിൽ നിന്ന് ഒരാൾ പിരിഞ്ഞു പോയാൽ അയാളെ തട്ടുക എന്നുള്ളതാ പരിപാടി. പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം, കൃഷി തുടങ്ങണം,
അപ്പൊ കാട്ടി കയറിയ നിവർത്തി. അതിനുള്ള ധൈര്യമായി ഇപ്പൊ വേണ്ടത്. വേറെ പണി വല്ലതും ഉണ്ടെങ്കിൽ നോക്ക് ഭാർഗവ. കഞ്ചാവ് കൃഷി നടത്താൻ ഞാൻ തനിക്ക് ധൈര്യം തരണം അല്ലടോ. ഡോക്ടർ പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ കമ്പൗണ്ട്. വെടികൊണ്ട് ഗ്ലാസ് എല്ലാം പൊട്ടിയല്ലോ. ധൈര്യം കിട്ടിയല്ലോ. ചികിത്സ കഴിഞ്ഞു, ഇനി പോകാം. എന്താ 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 ഇവിടെ ഒരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടു. അയ്യോ, ഈ ഷെൽഫിന്റെ ചില്ലെങ്ങനെ പൊട്ടി താഴെ വീണത്? ഭൂമിക്ക് ഗുരുത്വാകർഷണമുണ്ടല്ലോ, അതുകൊണ്ടാ താഴെ വീണത്. അല്ലെങ്കിൽ മേലോട്ട് പോയേനെ. നീ മാരിയപ്പൻ്റെ ആരാടി? അലറാതടി അലവലാതി അലുവക്കരുകൾ. നീ ഏതാടി? പറയടി. ഞാനിതിപ്പോ എവിടെയാ? ഓ, ഡോക്ടറുടെ വീട്. നീ മനഃശാസ്ത്രജ്ഞന്റെ പെങ്ങള്, നാർക്കോട്ടിക് വീരന്റെ ഭാര്യയാകാൻ പോകുന്നവൾ. ശകുനപ്പഴയാ നീ. നിന്റെ മോതിരം മാറലിന്റെ അന്നാ ഞങ്ങളുടെ 20 കോടി രൂപ വെള്ളത്തിലായത്. മാരിയപ്പൻ രക്ഷപ്പെട്ടത് വന്നാ. എന്താ എന്താ? ആ, എല്ലാവരും ഉണ്ടല്ലോ. സുഖമാണോ ഡോക്ടറെ? തള്ളയ്ക്കും മോൾക്കും എന്നെ ചിലപ്പോ പരിചയം കാണില്ല. ഞാൻ കറന്റ് ഭാർഗവൻ. തൽക്കാലം സ്വല്പം മോശാവസ്ഥയിലാ. ഒരു ചെറിയ സൂക്കേട്. തള്ളയുടെ മോനാ സൂക്കേട് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് വാക്ക് പാലിച്ചില്ല. കുഴപ്പമില്ല, എനിക്കിപ്പോ ഇഷ്ടം പോലെ സമയമുണ്ട്. സൂക്കേട് മാറുന്നവരെ ഇവിടെ തന്നെ താമസിക്കാനാ എന്റെ പ്ലാൻ. മനസമാധാനമില്ലാത്തതുകൊണ്ട് രാത്രി മുഴുക്ക വെള്ളവടിയായിരുന്നു. കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങണമെന്നുണ്ട്. വന്നാട്ടെ, എന്റെ കിടപ്പൂരി ഒന്ന് കാണിച്ചത്. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഭാർഗവ, മര്യാദക്ക് ഇവിടുന്ന് പോകുന്നത് എനിക്ക് നല്ലത്. പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കും. ആണോ? ഇതിലാണ് പോലീസിനെ വിളിക്കുന്നതെങ്കിൽ ഇതങ്ങ് കളഞ്ഞേക്കാം. എന്റെ ഈശ്വര, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനിവിടെ ഉണ്ടെന്ന് പുറത്ത് ആരെങ്കിലും അറിഞ്ഞ 3 തട്ടി ഞാൻ കാട്ടിപ്പോവും. എന്നാ കൊല്ലടോ, ഇപ്പൊ തന്നെ കൊല്ലടോ. അങ്ങനെ നിർബന്ധിക്കാത്ത കുറച്ചുകൂടി സമയം എന്താ? താൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ പടമെടുത്ത് പത്രത്തിലിട്ടു. എന്നെ ഒരു കൊലപാതകയായി ചിത്രീകരിച്ചു. ഏതവളാണോ അത് എഴുതിയത് അവളോട് ചെന്ന് പറ, എഴുതിയതെല്ലാം തെറ്റായിരുന്നു തിരുത്തി എഴുതാൻ. അല്ലെങ്കിൽ അവളെയും കൊന്ന് ഞാൻ കാട്ടിപ്പോവും. ഇങ്ങനെ പലതവണ കാട്ടിപ്പോകുന്നതിലും നല്ലത് ഒരു തവണ പോയിട്ട് തിരിച്ചു വരാത്തതല്ലേ? അതോ ലോകം കോമഡി. കൈ കൈ. ആ, ഈ മുറി കൊള്ളാം. ഞാനേ ഒരല്പം വിശ്രമിക്കട്ടെ.